വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ലോക്സഭാ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഇന്ന് ചേരും. നാളെ ബില്ല് അവതരിപ്പിച്ചേക്കുമെന്ന സൂചന. പ്രതിഷേധം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. വിനിത വി ജി ഡൽഹിയിൽ നിന്ന്. വിനിത, ഗുഡ് മോർണിംഗ്. പറയും. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈദ് ഉൾപ്പെടെയുള്ള അവധികൾക്ക് ശേഷം ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും വീണ്ടും ചേരുകയാണ്. ലോക്സഭയിൽ ഇന്ന് ഷിപ്പിംഗ് കോസ്റ്റൽ ബില്ലിന്മേലുള്ള ചർച്ചകൾ തുടരും. ഒപ്പം തന്നെ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഈ സഭാ കാലയളവിൽ തന്നെ അവതരിപ്പിക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. ഇതുവരെ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഒരുപക്ഷെ സപ്ലിമെന്ററിയായി ഇത് ചേർത്തുകൊണ്ട് നാളെ തന്നെ ഇത് സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ലോക്സഭ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12:30 യോഗം ചേരുക. ഒരുപക്ഷെ ഈ വഖഫിന്മേലുള്ള ഈ നിയമ ഭേദഗതി ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ലിസ്റ്റ് ചെയ്യുന്നതിനായിരിക്കണം ഒരുപക്ഷെ ഈ യോഗം ചേരുന്നതെന്നാണ് നമുക്ക് നിലവിലെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിന്നടക്കമുള്ള എംപിമാരെ പ്രതിസന്ധിയിലേക്ക് ആഴ്ക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ KCBC ഒപ്പം തന്നെ CBCയുടെയും ഒക്കെ തന്നെ നിലപാടാണ്. ഇന്നലെയും അവർ ഈ എംപിമാർ ഞങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള എംപിമാരടക്കം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് തന്നെയായിരിക്കും ഒരുപക്ഷെ നിർണായകമാവുക. നേരത്തെ അവർ സൂചിപ്പിച്ചത് ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. ഈ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് വഖഫ് ബില്ല് സഭയിൽ കൊണ്ടുവരികയും പിന്നീട് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അതിനെ തുടർന്ന് 31 അംഗ JPCക്ക് ഈ ബില്ല് വിടുകയും ചെയ്തു. പിന്നീട് സംയുക്ത പാർലമെന്ററി സമിതി ഈ ബില്ലിന്മേൽ ചർച്ചകൾ നടത്തുകയും 14 നിയമ ഭേദഗതി ഈ ബില്ലിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രതിപക്ഷം പറയുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച 44 നിയമ ഭേദഗതികൾ അംഗീകരിക്കാൻ JPC അംഗങ്ങൾ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് ഭരണപക്ഷം തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതിന്മേൽ വലിയ പ്രതിഷേധം കൊണ്ടുവരുമെന്ന് നേരത്തെ തന്നെ ഈ പ്രതിപക്ഷ എംപിമാർ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഈ പശ്ചാത്തലത്തിൽ ഈ കേരളത്തിൽ നിന്നുള്ള KCBC ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് കൂടി വന്നൊരു സാഹചര്യത്തിൽ എന്ത് നീക്കമാണ് ഈ എംപിമാർ നടത്തുന്നതെന്നുള്ളത് തന്നെയായിരിക്കും നിർണായകമാവുക. ഇതുവരെ പക്ഷേ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ സപ്ലിമെന്ററിയായി ഇന്ന് നടക്കുന്ന ഈ ബിസിനസ് അഡ്വൈസറി ബോർഡിന്റെ കമ്മിറ്റിക്ക് ശേഷം അതുകൂടി ചേർക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നാളെ തന്നെ ഈ ബില്ല് സഭയിൽ അവതരിപ്പിക്കാനാണ് സാധ്യത. ഓക്കെ, താങ്ക് യു വിനിത വി ജി.